ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക്, ദൈവത്തിൻ്റെ അടയാളങ്ങൾക്ക്, ദൈവത്തിൻ്റെ ശബ്ദങ്ങൾക്ക് പരിമിതി ഇല്ല. പലരും പരിമിതി ഇടുവാൻ നോക്കിയിട്ടുണ്ട്. ആദ്യത്തെ അത്ഭുതമായിരിക്കുന്ന പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്ന മനുഷ്യന്റെ പരിമിതി എന്താണ്? വെള്ളത്തെ വീഞ്ഞാക്കുവാൻ കഴിയത്തില്ല. പരിമിതികളെ ബ്രേക്ക് ചെയ്യുന്ന എക്സ്പെർട്ടാണ് എന്റെ കർത്താവ്. പരിമിതികൾ എത്രയാണോ നിങ്ങൾ ഇടുന്നത്, അതിന്റെ അപ്പുറം പ്രവർത്തിക്കുന്നതാണ് കർത്താവിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ലാസറിന്റെ കല്ലറയ്ക്ക് മുൻപിൽ ചെന്ന് മനുഷ്യൻ പരിധിയിട്ടത് എന്താണെന്ന് അറിയാമോ? ഈ കല്ലറയിൽ നിന്ന് പുറത്തു വരത്തില്ല. മനുഷ്യന്റെ പരിമിതികളാണിത്. മനുഷ്യൻ പരിധിയിട്ട് വെക്കുന്നതാണ്. കല്ലറയോടുകൂടെ ചേർന്നു എന്റെ ലൈഫ് അവിടെ കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രകൃതിയാണെങ്കിലും പദ്ധതിയാണെങ്കിലും പിശാചിന്റെ തന്ത്രമാണെങ്കിലും പരിധികളെ തകർക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി. ഇന്ന് രാത്രിയിൽ ഞാൻ ഉയർത്തുന്നത് പരിമിതിയിൽ വിശ്വസ്തരായിരിക്കുന്ന, പരിമിതിയിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന, പരിധികൾ വിട്ട് പരിധികളെ ഭേദിച്ച് ജനത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു നല്ല നായകൻ. ആ നായകന്റെ പേരാണ് യേശു ക്രിസ്തു. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുൻപ് ഈ താണഭൂമിയിലേക്ക് അവതരിച്ച് സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ച് യാഗമായി തീർന്ന നല്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ അകതാരിൽ ചേർന്ന് പറഞ്ഞാട്ടെ, അവന് പരിമിതികൾ ഇടുവാൻ നോക്കരുത്. അവൻ പരിമിതികളെ ഭേദിക്കുന്ന ദൈവം.